ഞങ്ങളിപ്പോൾ ഉള്ളത് ജോർദാനിലെ പ്രസിദ്ധമായ വാദി മൂസ, സ്പ്രിംഗ് മൂസ എന്നറിയപ്പെടുന്നു. വാദി മൂസയിൽ നാം ഇന്ന് കാണുന്ന ഉറവയാണിത്. ഇതാണ് നബാത്തികൾ പെട്രയിലേക്ക് വെള്ളമെത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. മറ്റ് ഉറവകൾ എവിടെ? ചരിത്രകാരന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഈ 12 ഉറവകളും ഒരേ സ്ഥലത്താണ് വാദി മൂസയിൽ തന്നെ പ്രകടമായത്. കാലക്രമേണ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ടോ വെള്ളം കുറഞ്ഞതുകൊണ്ടോ അവ ഒന്നായി മാറുകയോ ചിലത് അപ്രത്യക്ഷമാവുകയോ ചെയ്തിരിക്കാം. സിനായ് ഉപദ്വീപിലും ഈജിപ്ത് സമാനമായ 12 ഉറവകൾ ഒയുൻ മൂസ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ജോർദാൻ വാദി മൂസയിലെ 12 ഉറവകൾ, ഖുർആനിൽ പറയുന്ന ആ 12 ഉറവകളെക്കുറിച്ച്, ദ 12 സ്പ്രിങ്സ് ഓഫ് മോസസ്, നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനുള്ള മറുപടി ഇതാ. അവ എവിടെയാണ്? ചരിത്രപരമായ വിശ്വാസമനുസരിച്ച് ഈ 12 ഉറവകളും ഒരേ പ്രദേശത്താണ് ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികളിലെ 12 ഗോത്രങ്ങൾക്കും വെവ്വേറെ വെള്ളം കുടിക്കാനായി ഒരേ പാറയിൽ നിന്നാണ് 12 ഉറവകൾ പുറപ്പെട്ടത്. ഇന്ന് വാദി മൂസയിൽ നാം കാണുന്ന ഐൻ മൂസ എന്നറിയപ്പെടുന്ന കെട്ടിടത്തിനുള്ളിലെ ഉറവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കാലം കടന്നുപോയപ്പോൾ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ കാരണം പല ഉറവകളും വറ്റുകയോ അല്ലെങ്കിൽ കൂടിച്ചേർന്ന് ഒന്നായി മാറുകയോ ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും പെട്രയിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന ഉറവ ജോർദാനിലെ വാദി മൂസയിലേതാണ്. തകർന്നുപോയ ജലസേചന പദ്ധതി. നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വാദി മൂസയിൽ നിന്നുള്ള വെള്ളം പെട്ര നഗരത്തിലേക്ക് എത്തിച്ചിരുന്ന ആ പൈപ്പുകളും ചാനലുകളും ഇന്ന് പലയിടത്തും പൊട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ചരിത്രം ഇതാണ്. 1. നബാത്തികളുടെ ബുദ്ധി. 2000 വർഷങ്ങൾക്ക് മുമ്പ് നബാത്തികൾ കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് വെള്ളമെത്തിക്കാൻ പാറ തുരന്ന് ചാനലുകൾ ഉണ്ടാക്കി. വെള്ളം പാഴാകാതിരിക്കാൻ അവർ അതിൽ കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച പൈപ്പുകൾ പാകി. 2. റോമൻ അധിനിവേശം. റോമാക്കാർ പെട്ര കീഴടക്കിയപ്പോൾ അവർ ഈ ജലസേചന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. നഗരത്തിന് ചുറ്റുമുള്ള വലിയ അണക്കെട്ടുകളും തടയണകളും അവർ പരിഷ്കരിച്ചു. 3. തകർച്ചയുടെ കാരണം. വലിയ ഭൂകമ്പങ്ങളും, പ്രത്യേകിച്ച് AD 363 551 ഉണ്ടായവ. പിന്നീടുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലുമാണ് ഈ ജലസേചന പദ്ധതിയെ തകർത്തത്. നബാത്തികൾ പോയതിനു ശേഷം ഇത് അറ്റകുറ്റപ്പണി ചെയ്യാൻ ആരും ഇല്ലാതിരുന്നതും തകർച്ചയ്ക്ക് കാരണമായി.